രാവിലെ തന്നെ അനിമോളും നൂറയും ആദിലയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നോമിനേഷൻ ടാസ്കും ഉണ്ടാവും, ക്യാപ്റ്റൻസി ടാസ്കും ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അനിമോൾ പറയാണ് ബിഗ് ബോസിന് 3 പേരെയും വലിയ ഇഷ്ടം, ആര്യൻ, അക്ബർ, നെവിന്. എനിക്ക് ഇഷ്ടമല്ലാത്ത 3 മാരണങ്ങളാണ്. അപ്പം നൂറ പറയുന്ന അവരെ 3 പേരും ഉണ്ടാകുമ്പോൾ ബിഗ് ബോസിന് ആരെ എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആകുമെന്ന് പറയുന്നു. അപ്പോൾ അനിമോള് പറയാണ് എന്തായാലും നോമിനേഷൻ കഴിഞ്ഞിട്ടേ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നൂറ് പറയുന്നത് അത് അന്ന് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയറിൻ്റെ ടാസ്ക് തന്നതുകൊണ്ട് നിങ്ങളാരും അത് വിടുന്നില്ലല്ലോ. അപ്പോൾ അനിമോള് പറയും അത് ഞാൻ വിടുമോ, അത് ആരായാലും വിടത്തില്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് 3 പേര് വന്നാൽ ആര് വന്നാലും നമുക്ക് എന്താ, എനിക്ക് പ്രശ്നമില്ലെന്ന് അനിമോള് പറയുന്നത്. എന്നിട്ട് അനിമോള് നൂറയോട് പറഞ്ഞു ഇവർ 3 പേരും എന്തായാലും ഫൈനലിലെത്തും, ഉറപ്പാണ്, ആര്യം പറഞ്ഞത് എന്ത് കറക്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നൂറ ഇരുന്ന് പറയാണ് ദീപാവലിയായിട്ട് സ്വീറ്റ്സ് തന്നാൽ മതിയായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ അനിമോളും ആന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിമോള് പറയുന്നു ഇന്ന് എന്തായാലും 4 പേരെങ്കിലും എന്നെ നോമിനേറ്റ് ചെയ്യും. അപ്പം നൂറ് പറയും ഞങ്ങളും കാണും നോമിനേഷനിലോ, നിങ്ങളെ ഒന്നും ആരും ചെയ്യത്തില്ല എന്ന് പറയുന്നു. ഉടനെ അനിമോള് പറയണേ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ ചെയ്യും. അപ്പം നൂറ പറയണ പ്രശ്നം നീ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരും നിന്നെ നോമിനേറ്റ് ചെയ്തില്ലല്ലോ, പ്രശ്നമൊന്നും വേണ്ട, അവർക്ക് തോന്നുന്നവരെ അവർ നോമിനേറ്റ് ചെയ്യും എന്ന് നൂറ അനിമോളോട് പറയുന്നു. അപ്പം അനിമോൾ പറയാം എൻ്റെ മനസ്സിൽ 2 പേരുണ്ട്, ഞാൻ അവരെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പം നൂറ പറയണേ എല്ലാവരും നല്ലപോലെ ഗെയിം കളിക്കുന്നതാണ്, നമ്മളുടെ സാഹചര്യം നമുക്ക് നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നോമിനേറ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പം അതിൽ പറയുന്ന എല്ലാവരും നല്ലപോലെ കളിക്കുന്നതാണ്, പക്ഷെ നമ്മൾക്ക് അത് നോക്കാൻ പറ്റത്തില്ല, നമുക്ക് എല്ലാവരും നോമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം നോക്കുമ്പോഴാണ് നമ്മളെയും എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത്. നീ ഇവിടെങ്ങും അല്ലേ നൂറായോട് ചോദിക്കുന്നത്, വീടല്ല ഇത് എന്നൊക്കെ അതില പറയുന്നത്. അങ്ങനെ നോമിനേഷനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.